ഹലോ വെൽക്കം ബാക്ക് ടു ലിപ്പി വേൾഡ്. ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ. അപ്പോൾ ബാക്കി വരുന്ന ഗ്ലോസ് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. സോ അടുത്ത കാറ്റഗറി ഓഫ് ഗ്ലോസസിലേക്ക് ഞാൻ പോവുകയാണ്. ബ്ലൂ ഹെവന്റെ കളർ ആൻഡ് കണ്ടീഷൻ ലിപ് ഓയിൽ. ഇതിൽ ഒരെണ്ണം PH ടിൻ്റെ ആണ്, ഒരെണ്ണം നോർമൽ ലിപ് ഗ്ലോസ് ആണ്. ഈ ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല പിഗ്മെന്റേഷൻ ഉള്ളതാണ്. അപ്പൊ ആദ്യം നമ്മളെ പിഗ്മെന്റേഷൻ ഉള്ള ലിപ് ഓയിൽ എടുക്കാം. ഇത് ഷെയ്ഡ് പറഞ്ഞ ഗ്ലേസ് ബ്രൗൺ ആണ്. ഇത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഷെയ്ഡൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്നറിയാം. എന്നാലും ഒരുവിധം ഞാൻ കാണിച്ചു തരാം. നല്ലൊരു വാം അണ്ടർടോൺ വരുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെ പറയാം. എന്നാൽ നല്ല മോയ്സ്ചറൈസേഷൻ തരുന്ന ക്രൈൻബെറി ഓയിൽ, അവക്കാഡോ ഓയിൽ തുടങ്ങിയ ഒരുപാട് ഓയിൽസ് ഉണ്ട്. കോക്കനട്ട് ഓയിലൊക്കെ മോയ്സ്ചറൈസേഷൻ തരുന്നതാണ്. ഒരുവിധം എല്ലാ ടിൻസും കൂളിംഗ് ഇഫക്റ്റ് ഉള്ളതാണ്. കൂളിംഗ് ഇഫക്റ്റ് ഉള്ള ടിൻസ് എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. അത്യാവശ്യം ട്രാൻസ്ഫർ ആവാതിരിക്കും. ബട്ട് ഈ ഒരു ലിപ് ഗ്ലോസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടിൻറ്റ് ബാക്കി നിൽക്കും. ഈ സാധനം കണ്ടോ, റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പിങ്ക് ടിൻറ്റ് ഇതിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ലിപ്പ് ഓയിൽ എനിക്ക് കാണിക്കാൻ പറ്റുമോ അറിയില്ല. ഇത് ടിൻറ്റഡ് ഇപ്പോൾ ഞാൻ ഹാലോവിൻ കളക്ഷനായിട്ട് അവര് PH ലിപ്പ് ഓയിൽ ഇറക്കിയതാണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇതിൽ ഗ്രീൻ ആണെങ്കിലും നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് പിങ്ക് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പൊ കാണിച്ചു തന്നാൽ ലിപ്സിൽ മനസ്സിലാവില്ല. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇതിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ടാഗ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി കാണാം. അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയി മാറും. നെക്സ്റ്റ് വൺ വരുന്നത് ഷിമ്മർ ലിപ് ഗ്ലോസ് ആണ് സൂഡിയോടെ. ഇതിന് ലിങ്ക് ഒന്നുമില്ല, സ്റ്റോറിൽ നേരിട്ട് പോകണം. ഇതിന്റെ ഷെയ്ഡ് തന്നെ ഷിമ്മർ പിങ്ക്. ഇത് നമുക്ക് ഓരോ ലിപ്സ്റ്റിക്കിന്റെ മേലെയായിട്ടൊക്കെ അപ്ലൈ ചെയ്യാം. കണ്ടോ, നല്ല പിങ്ക് ഗ്ലോസ് ആണ്. ഹെയർ ഗേൾസിനൊക്കെ ഇട്ടാൽ സൂപ്പർബ് ആയിരിക്കും. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, ചെറിയൊരു പിങ്ക് ടിന്റ് ശ്രദ്ധിച്ചറിയാം. സൂഡിയോന്ന് അറിയാലോ, ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഒരുപാട് വേരിയന്റ് ഉണ്ട്. ഗോൾഡൻ വേരിയന്റ്, സിൽവർ വേരിയന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേരിയന്റ് ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ഷിമ്മറി ലിപ് ഗ്ലോസ് ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതിന്റെ പിഗ്മെന്റേഷൻ കാണുന്നുണ്ട്. സോ ലിപ്സ് ഞാൻ നല്ലോണം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ വരണം. ഇത് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു മ്യൂസി ടിന്റ് ആണ്. മേക്കപ്പ് റെവല്യൂഷന്റെ എയർ ബ്ലർ സോഫ്റ്റ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ചെറി. ഇത് ഒരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു ടിന്റ് ആണ്, ബിൽഡബിൾ ആണ്, നല്ല ഡാർക്ക് ഷെയ്ഡ് ആണ്. ഈ ഷെയ്ഡിന്റെ പേര് ബ്ലാക്ക് ചെറി. ഇതാണ് വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് ഷെയ്ഡ് ആണ്. അതിലൊരുപാട് ന്യൂഡ് ഷെയ്ഡും ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പെരിപ്പര ഇങ്ക് വെൽവെറ്റിന്റെ ആ ഷെയ്ഡുമായി സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോണൊക്കെ സൂപ്പർബ് ആണ്. നമുക്ക് ഇങ്ങനെ ടിന്റ് പോലെ ആക്കാമെങ്കിൽ ജസ്റ്റ് ബ്ലോട്ട് ചെയ്താൽ ടിന്റ് പോലെ ആവുന്നുണ്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മൈ ഹ്യൂസിന്റെ ഗ്ലോ ലിപ് എലിക്സർ. ഷെയ്ഡ് വന്നിട്ട് ഞാൻ ലിപ്സ് സാച്ച് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഹാൻഡ് സ്വാച്ച് കാണിച്ചാൽ വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് പിങ്ക്, റോസി പിങ്ക് ഷെയ്ഡ്. എല്ലാ സ്കിൻ ടോണിനും ചെയ്യും. ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈ മൈ ഹ്യൂസ് നല്ല ബ്രാൻഡൊക്കെ തന്നെയാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എനിക്കിത് വലിയ തൃപ്തിയായിട്ടില്ല. ഇച്ചിരിയും കൂടെ ട്രാൻസ്ഫർ പ്രൂഫ് ആയിരുന്നു. ഇത് വേഗം പോകുന്നുണ്ട്. ഇത് നോർമൽ ഗ്ലോസ് തമ്മിൽ വ്യത്യാസമില്ല. ഇത്രയും കൂടെ കോസ്റ്റ് കുറയ്ക്കായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മൈ ഹ്യൂസിന്റെ കാര്യത്തിൽ എനിക്കുണ്ട്. മാർസിന്റെ തന്നെ ലിപ് മിസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. കൊക്കോ ഡ്രിപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഈ ഒരു മിസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്താലും ഇതിന്റെ ഒരു ടിന്റ് ഇതിലുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൂഫ് ആവും. അപ്പൊ നല്ലൊരു ഷെയ്ഡാണ്. കണ്ടോ, നല്ല ഡീപ്പ് ഷെയ്ഡാണ്, ഗ്ലോസി അപ്പിയറൻസ് ആണ്. ഇതും വെൽവെറ്റ് ലിപ് ടിന്റ് ഇല്ല ഞാൻ കാണിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ, അതും ഒരുമിച്ചാണ് വന്നത്. ബട്ട് അതിനേക്കാളും ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ സംഭവം. ഈ ടിന്റ് ഒരുപാട് വൈറലായി. നല്ല ജ്യൂസി ലിപ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്
ഈ മാസിന്റെ ഡ്രിപ്പ് മിസ്റ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ സിമിലർ ഷെയ്ഡ് വരുന്നത് ഞാൻ ഒരുമിച്ച് പറയാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് TNWയുടെ ഗ്ലോസ് ടു ഗ്ലാം നറിഷിംഗ് ലിപ് ഗ്ലോസ്. ഇതിനും സെയിം ഷെയ്ഡാണ്. ഇതൊരു നോർമൽ ഗ്ലോസ് ആണ്. ഇങ്ങനെ 100 റുപ്പീസ് വന്നപ്പോൾ നോക്കിയതാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഈ ഗ്ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചില ഷെയ്ഡ്സ് ഒക്കെ പിടിക്കാണ്ടൊക്കെ വരില്ലേ, അപ്പൊ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ ഈ ഗ്ലോസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മാറ്റായി നിൽക്കുന്നതിനൊക്കെ ഒരു നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഗ്ലോസ് വളരെ നല്ലതാണ്. ഇനി കുറെ സിമിലർ ഷെയ്ഡ്സ് ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്ലോസ് ഉണ്ട്, പെറി പെറയുടെ തന്നെ കൊക്കോ ന്യൂഡ്. അത് കാണിക്കേണ്ട വിചാരിച്ചതാണ്, എന്നാലും നമുക്കിത് ഉണ്ടോ, ഒരു ഗ്രേ അണ്ടർടോൺ ആണ് ഇതിന്. ഇത് എനിക്ക് ചെയ്തിട്ടില്ല, ബട്ട് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഓരോന്നിന്റെ ഷെയ്ഡ് മാറ്റാൻ പറ്റും ഈ ഗ്ലോസ് ഉപയോഗിച്ചിട്ട്. ഈ വൈന്യൂഡിന്റെ കൂടെ വേറെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഇടാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഇടാം. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലർ ഇൻ്റെ ഡ്യൂ ഡോണ്ട് ടച്ച് മൈ ഗ്ലോസ് ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് ഒരുപാടുണ്ട് സിമിലർ ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ലിപ് ഗ്ലോസ് ആയിട്ടുണ്ട്. ഓറഞ്ച്, പർപ്പിൾ അതൊക്കെയാണ് അധികം ഉള്ളത്. അപ്പോൾ എൻ്റെ ഉള്ള കളക്ഷൻ അപ്പോൾ കാണിക്കുമ്പോൾ കുറേ സിമിലർ ഷെയ്ഡൊക്കെ കാണാം, എന്നാലും കുഴപ്പമില്ല. ഓൾസോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.